ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ. ഈ വ്ളോഗ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗാണ്. എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് 2 ദിവസത്തിന് മുന്നേ ഞാൻ പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണിത്. സർപ്രൈസ് ആയിട്ടുള്ള ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. മമ്മിക്കും പിന്നെ ചേച്ചിമാർക്ക് അറിയത്തില്ല എവിടെയാണ് പോകുന്നത്, മമ്മിക്ക് അറിയത്തില്ല എവിടെ പോകുന്നത്. എല്ലാവരോടും ഞാൻ പറഞ്ഞത് ഒരു 4-5 ദിവസത്തെ ഡ്രസ്സ് എടുത്ത് വെച്ചോളാൻ പറയും. പിന്നെ ചോദിച്ചു എവിടെയാണ് പോകുന്നതെന്ന്. ഞാൻ സർപ്രൈസ് ആണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ട് പുറപ്പെടുവാണ്. അപ്പോൾ വഴിയെ നമുക്ക് എത്ര സ്ഥലത്ത് നമ്മൾ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ നോക്കട്ടെ. അതനുസരിച്ച് നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, ഹലോ. അപ്പോൾ എല്ലാവരുമായിട്ടാണ് പോകുന്നത്. മമ്മിയുണ്ട് ഇന്ന് ഈ പ്രാവശ്യം. ഹായ് പറഞ്ഞ് എല്ലാവരും ഗുഡ് മോർണിംഗ്. ഇവിടെ നമ്മുടെ യാത്ര ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് എത്ര വലിയ വ്ളോഗാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ചിലപ്പോൾ രണ്ട് ഇതായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓരോ സ്ഥലങ്ങളായിട്ടായിരിക്കും ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണെന്നുള്ള സർപ്രൈസ് ആയിട്ട് ഇവരെല്ലാവരും വെയിറ്റിംഗ് ആണ്. എങ്ങോട്ടാണ്, ലെഫ്റ്റിലാണോ വണ്ടി തിരിയാൻ പോകുന്നത്, റൈറ്റിലാണോ തിരിയാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹലോ, ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പാലയിലുള്ള ചേട്ടൻ്റെ കടയാണിത്. പഴംപൊരിയും ബീഫും കാന്താരി കപ്പയൊക്കെ കിട്ടുന്ന കടയാണ്. ഇവിടെ നമ്മൾ നിർത്തുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഹലോ, അപ്പോൾ ഇവിടുന്ന് ഇനി പാലയെത്താനായിട്ട് ഇനി ഒരു 4 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, മമ്മി ഇറങ്ങുന്നില്ല. ബിക്കോസ് നമുക്കിപ്പോൾ ഇറങ്ങി കഴിക്കാനായിട്ട് നമ്മുടെ ലക്കി ബേബി വണ്ടിക്കകത്തുള്ള കാരണം അവളെ ഇട്ടിട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ലക്കി വണ്ടിക്കകത്ത് ഇരിക്കുന്ന കാരണം ഇവിടെ ഇരുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന പൊറോട്ടയാണ്, നല്ല ചൂട് പൊറോട്ട കേട്ടോ. പിന്നെ അപ്പവും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലക്കി ബേബി ഇവിടെ ഇരുന്ന് കഴിക്കുവാണ് കേട്ടോ. ലക്കിക്ക് നമ്മൾ വണ്ടിയിൽ ലക്കി ഇരിക്കുന്ന കാരണം നമ്മൾ ലക്കിക്ക് കൊടുക്കുക. ലക്കി അപ്പം കഴിക്കുക. ചേട്ടൻ്റെ കടയിൽ ഇതേ പഴം വീണ്ടും വന്നു. ഈ ചേട്ടൻ വരുന്നത് കണ്ടോ, ഇതാണ് ആ ചേട്ടൻ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ കേട്ടോ. നല്ല ബീഫ് കറിയും നല്ല പോക്കും. ലക്കിനോ, ലക്കി മമ്മ തരാം. അവിടെ ഇരുന്നു മമ്മ തരാം. ഇത് കാന്താരി കപ്പ, ബീഫ്, പോക്ക്. എങ്ങനെയുണ്ട് മമ്മ? ഫുഡ് അടിപൊളിയല്ലേ? നമ്മുടെ 2 സ്റ്റാഫ് ഇപ്പോൾ കഴിക്കാനായിട്ട് അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അവർ കടയിൽ പോയിരുന്ന് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ജോജി വാവയും ആൻ്റണി കുട്ടനും മമ്മ ഞാനും കൂടെ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഇത് കഴിക്കുക. ഹലോ, അപ്പം നമ്മളിപ്പോൾ തൈലയിലെത്തി. തേയില കുട്ടിക്കാനത്തെത്തി. നമ്മളിപ്പോൾ കുട്ടിക്കാനത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് ലക്കിനെയൊക്കെ ഒന്ന് നടത്തി നമ്മളൊരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് പോകാമെന്നുള്ള ഐഡിയയിലാണ്. അങ്ങനെ നമ്മൾ ലക്കി ഇവിടെ ജസ്റ്റ് നടന്ന് തേയിലയിൽ വന്നിരിക്കുകയാണ്. കാരണം നമ്മൾ ലക്കി വാക്ക് ചെയ്യുന്നു. മമ്മി റെസ്റ്റ് റൂമിൽ കയറിയപ്പോൾ നമ്മൾ കുട്ടിക്കാനത്ത് വന്ന് ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നതിൽ മമ്മിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. എന്താ വെച്ചാൽ സിസ്റ്റർ ചോദിച്ചു അതെന്താണ് നിങ്ങൾ എവിടെയാണ് പോകുന്നത്? മമ്മി പറഞ്ഞു എനിക്ക് അറിയത്തില്ല എവിടെ പോകുന്നത്. സർപ്രൈസ്. വാ, ഇത് സൂപ്പർ ആയിട്ടുണ്ടെന്ന് നോക്കിക്കേ. ഇതൊക്കെയാണ് അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടില്ല. മോനാ എന്ത് ഭംഗിയാ നോക്കിക്കേ. സൂപ്പർ സൂപ്പർ. ജോജിയാണ് ഇത് പറയുന്നത്. സൂപ്പർ. വാ, കണ്ടോ ടീ എസ്റ്റേറ്റ്. കണ്ടോ ചായത്തോട്ടമാണ്. ചായത്തോട്ടം. അങ്ങനെ നമ്മളിപ്പോൾ തേനി ബൈപ്പാസ് കഴിഞ്ഞു. നമ്മൾ നേരെ പോകുന്നത് മധുരയ്ക്കാണ് പോകുന്നത്. നമ്മുടെ റൂമാണ് അപ്പാർട്ട്മെന്റിൽ മധുരൈ. അങ്ങനെ നമ്മളെത്തി. അടിപൊളിയാണ്. ആഹാ, സൂപ്പറാണല്ലോ. അടിപൊളി റൂമാണല്ലോ. വാ, സൂപ്പർ റൂം കണ്ടോ. ഓ, ഇവിടെ തൽക്കാലം ഇതുണ്ട്. ഒരു ഫ്രിഡ്ജുണ്ട്, ഒരു 2 ബ്രെഡുണ്ട്, ഉള്ള 4 ബോട്ടിൽ വാട്ടറുണ്ട്, വാട്ടർ ഓഫ് ഉണ്ട്. നല്ല ബാത്റൂമാണ്.
അങ്ങനെ 1 മണിക്കൂർ വൈകിയെങ്കിൽ എന്ത് വേണ്ട നല്ല റൂം നമുക്ക് കിട്ടി. ഓപ്പൺ ഓപ്പൺ ഓപ്പൺ. കളിക്കാനുള്ള ഒത്തിരി സ്ഥലമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ബാൽക്കണി ഉണ്ടെന്ന് പറയും, നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഓ, വാട്ടർ ഓഫാണിത്. ഓ, ഇവിടെ ബാൽക്കണി ഉണ്ട്, പക്ഷെ അത് നമുക്ക് ഇറങ്ങണ്ട, നമുക്ക് സേഫ് അല്ല അത്. ഓ, 2 റൂം ഒരേ ബെഡ് പോലെ കൊള്ളാം. നല്ല നീറ്റുണ്ട് കേട്ടോ, നല്ല നീറ്റുണ്ടല്ലേ. എങ്ങനെയുണ്ട്? നല്ല റൂമല്ലേ? അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നല്ല നീറ്റ് ഉണ്ട്. അല്ല, അത് എല്ലാ സ്ഥലത്തും കിട്ടത്തില്ല. ഞാനിപ്പോൾ 2 റൂം പറഞ്ഞപ്പോൾ 1 കിട്ടിയത്, പക്ഷെ അതിങ്ങനെ തന്നെ ഉള്ളതാണ് കിട്ടിയത്. നമ്മൾ കുറേ റൗണ്ട് ചെയ്തെങ്കിലും, കുറേ റൗണ്ട് എന്ന് പറഞ്ഞാൽ ദിണ്ടുക്കൽ റൂട്ടിലേക്ക്, തേനിയിൽ നിന്ന് നമ്മൾ തേനി കയറിയിട്ട് മധുരൈ ഹൈവേയിലേക്ക് വരണമായിരുന്നു. പക്ഷേ എനിക്ക് അത് അറിയത്തില്ല. അപ്പോൾ ഞാൻ നേരെ 1 മിനിറ്റ് ഭയ്യ 1 മിനിറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ പോന്നു. ദിണ്ടുക്കൽ റോഡിലേക്ക് വന്ന് ഒരു 1 അവർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, അയ്യോ ദിണ്ടുക്കൽ എന്നാണ് എഴുതുക, മധുര കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നിർത്തി ചോദിക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് റൈറ്റ് സൈഡിലായിരുന്നു. അത് നന്നായി. ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ മധുരയിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി വന്നതാണ്, പക്ഷേ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എടുക്കുന്നത് മധുരയിൽ നിന്ന് നമ്മൾ രാമേശ്വരം പോകുന്നതാണ്. രാമേശ്വരം, പിന്നെ നമ്മൾ എവിടെയാണ് സ്ഥലത്തിൻ്റെ പേര്? ധനുഷ്കോടി കാണാനാണ് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു ലാസ്റ്റ് അറ്റം, അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സാണ് ശ്രീലങ്ക. അപ്പോൾ ശ്രീലങ്ക കാണുകയും ചെയ്യാം എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും രാമേശ്വരം വ്ളോഗിലേക്ക് സ്വാഗതം. ഹായ് മമ്മയുടെ ആഗ്രഹമല്ലേ ഇതൊക്കെ കാണണമെന്നുള്ളത്? എല്ലാവർക്കും ആഗ്രഹമാണ് നമുക്ക് ട്രാവലിംഗ് ചെയ്യാം അല്ലേ? ഹായ്, ഗുഡ് മോർണിംഗ് ബേബീസ്. എല്ലാവരും ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ബിസിയാണ്. അപ്പോൾ നമ്മൾ നേരെ മധുരൈ ടു രാമേശ്വരം പോവാണ്. ഓക്കെ, ഹലോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ധനുഷ്കോടിക്ക് 100 കിലോമീറ്റർ, കൃത്യം 100 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. ഇപ്പോൾ 1.25 മണിക്കൂർ നമ്മൾ മധുരൈ ടു ഈ സ്ഥലം എനിക്കറിയത്തില്ല എവിടെയാണ്. അപ്പം നമ്മൾ കരിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുവാണ്. എല്ലാവരും കരിക്ക് കുടിച്ചോണ്ടിരിക്കുക. ജോർജി കരിക്ക് കുടിച്ചോ? ഹൗ ഇസ് ഇറ്റ്? സൂപ്പർ. ആരോടാണ്? എല്ലാരോടും പറയുകയാണ്. വാട്ട് ഇസ് ഇറ്റ്? അയ്യോ, ഞാൻ രാമേശ്വരത്തെ ഒരു അമ്പലം ഉണ്ടല്ലോ, രാമേശ്വരം അമ്പലത്തിലേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ചുരിദാറൊക്കെ എടുത്തിട്ടത്. ലൈക്ക് ജീൻസ് ഒന്നും ഇടാതെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള പാവാട എടുക്കാൻ മറന്നുപോയി. ഇതൊന്ന് മേടിക്കണമെങ്കിൽ നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ രാമേശ്വരം എത്താറായി. അപ്പോൾ കടൽ ഈ റോഡിന്റെ 2 സൈഡും കടലാണ്. അത് കണ്ടോ? അപ്പുറത്തെ സൈഡ് കടല്, ഈ സൈഡ് റെയിൽവേ ട്രാക്ക്. ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു കാഴ്ച തന്നെ വ്യത്യാസമുണ്ട് അല്ലേ? വാവ്, ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് നോക്കി എന്ത് രസമാ. ഓഹോ, രാമേശ്വരം. ഇത് കണ്ടോ? ഇതിന്റെ രസം എന്ന് പറയുന്നത് ഇതാണ്. ആഹാ, ഇത് പാമ്പൻ പാലം അല്ലല്ലോ. പാമ്പൻ പാലം ഇതാണോ? ആണല്ലേ, പാമ്പൻ പാലത്തിലാണോ നമ്മൾ നിൽക്കുന്നത്? അതാണല്ലോ, പാമ്പൻ പാലത്തിലാണ് നിൽക്കുന്നത്. ശരിയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഓക്കെ,
അങ്ങനെ രാമേശ്വരം വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും കൊള്ളാം. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇങ്ങനെ രാമേശ്വരത്ത് നിന്ന് ഒരുപാട് ബോട്ടുകൾ മീൻ പിടിക്കാൻ പോയിട്ട് അവിടെ നിന്ന് ശ്രീലങ്കയിൽ പോയി കുടുങ്ങി പോകുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഈ ഒരു കാഴ്ച കാണാൻ പറ്റുന്നത്. എന്തായാലും കൊള്ളാം. ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നി തന്നെ നന്നായി. പച്ച കളറാണേ, കടലിൻ്റെ കളറ് പച്ച കളറാണ്. ഓ ശരിയാട്ടോ, ഞാനിപ്പോൾ നിൽക്കുന്നത് പാമ്പമ്പാലത്താണ് നിൽക്കുന്നത്. ഓ മമ്മി എങ്ങനെയുണ്ട് പാമ്പൻ പാലം? മമ്മിയുടെ ആഗ്രഹം സഹായിച്ചോ? മമ്മി പാമ്പൻ പാലം പണിത സമയത്ത് നമ്മൾ പറയണതേ. ആന്റണി കുട്ടാ താത്തിക്ക്, ജോജി കുട്ടാ, ജോജി പോണ്ട. അന്നി ബൈ ബൈ പറഞ്ഞേ. കണ്ട മമ്മ കൊണ്ടുവന്ന കണ്ട നിങ്ങളെ? അതെ കണ്ട, ഒത്തിരി ടൂറിസ്റ്റുകൾ വണ്ടി നിർത്തിയിട്ട് വീഡിയോസ് എടുക്കുകയാണ്. ബിക്കോസ് ഇതൊരു വല്ലാതെ സൂപ്പർ കാഴ്ചയാണ്. നമ്മൾ വിചാരിക്കത്തില്ല ഇത്രയും നല്ലൊരു കാഴ്ചയാണെന്നുള്ളത്. ഇത് കണ്ടോ, ഒത്തിരി പേര് ഇവിടെ നിർത്തി വീഡിയോ എടുക്കുന്നുണ്ട്. കണ്ടോ ഒത്തിരി ബോട്ടുകൾ. ആഹാ, ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച കേട്ടോ അത്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ദായക് വീക്ക് ഹോട്ടൽ രാമേശ്വരം ദായക് വീക്കിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ലക്കി ബേബീനെ ഒന്ന് നടത്താൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ലക്കി ടയേർഡാവും. പിന്നെ ഒന്ന് ലക്കി ലക്കി ലക്കിക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടല്. ലക്കി നല്ല ഇപ്പോൾ പഠിച്ചു കേട്ടോ. എന്തായാലും നമുക്ക് ബാക്കി എല്ലാവരും അകത്തേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ലക്കിനെ കയറ്റി വണ്ടിയിൽ ഇരുത്തിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാനായിട്ട്. ഈ ഹോട്ടലിൻ്റെ പേര് ദായക് വീക്ക് എന്നാണ്. ദായക് വീക്ക് ഹോട്ടൽസ് ബൊഫയാണ്. കഴിഞ്ഞോ നിങ്ങൾ? റെസ്റ്റ് റൂമൊക്കെ പോയാ? കഴിഞ്ഞ ബൊഫെ അല്ലേ അത്? ചോദിക്കട്ടെ. ഇതാണ് രാമേശ്വരം ടെമ്പിൾ ആണിത്. നമുക്കിപ്പോൾ ധനുഷ്കോടി പോകാനായിട്ട് നമ്മൾ റൈറ്റ് പോകണം. എന്നിട്ട് വണ്ടി ഏതെങ്കിലും ഹോട്ടൽസിൽ പാർക്ക് ചെയ്തിട്ട് വേണം വരാൻ. ധനുഷ്കോടി ലാസ്റ്റ് എത്താറായി. ബിക്കോസ് ഇവിടെ ലാസ്റ്റ് എന്ന് പറയുന്നത് കണ്ട നമ്മുടെ കടല്, ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷ്യനും കൂടെ ചേർന്ന ലാസ്റ്റത്തെ ഒരു സ്ഥലമാണിത്. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ബോർഡർ എന്ന് പറയുന്നത് കടലിൻ്റെ അപ്പുറം ശ്രീലങ്ക. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ഫിഷിന്റെ സ്പോട്ടാണിത്. മിസ്റ്റർ ഫിഷ്. ഇതാണ് മിസ്റ്റർ ഫിഷ്. ഈ ശ്രീലങ്ക ഇത് കണ്ടോ, ഇവിടെയാണ് മിസ്റ്റർ ഫിഷ്. മിസ്റ്റർ ഫിഷ് കണ്ടോ, ആൾക്കാർ കഴിക്കുന്നുണ്ടോ മിസ്റ്റർ ഫിഷ്? നമ്മൾ ഒരുപാട് വീഡിയോസ് ഇത് കണ്ടിട്ടുണ്ട്. ഇതുണ്ടോ മീൻ കണ്ടോ, ഫ്രഷ് മീൻ. മീൻ ഫ്രൈ. ഇതെന്നാ സാപ്പാട്? ഒരു കറി
ಅಮ್ಮ ಇದೆಲ್ಲ ಕರಿಯನ್ನ ಇದನ್ನೆಲ್ಲ ಕರಿ ಆಯ್ತು ಸಾಂಬಾರ್ ಮೀನು ಕುಳಂಬ ಇಲ್ಲವಾ வாழை மீனா ஒரு 20 பீஸ் கனவா இருக்கு நண்டு அது எல்லாம் பாருங்க കൊള്ളാം. നമുക്ക് ആദ്യം പോയിട്ട് നമുക്ക് അവിടെ കണ്ടിട്ട് വരാം. ബിക്കോസ് ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും കാണാനുള്ളത് കാണാൻ പറ്റിയില്ലെങ്കിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് കഴിക്കാം അല്ലേ. അതുപോലെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിക്കാം. അവർ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ മീൻ എടുത്ത് കൊണ്ടുവന്ന് കാണിക്കും. എന്നിട്ട് നമുക്ക് അത് കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ക്ലീൻ ചെയ്ത് അത് ഫ്രൈ ആക്കി തരും. ആണ് ഫ്രഷ് ഫിഷ്. അമ്മ കൊണ്ടുവന്ന് കാട്ടുங்க. இதுக்கு பேரு மதனம், இதுக்கு பேரு வெள்ளை மீன், இது பசலி, இது நகர, இதெல்லாம் க்ளீன் பண்ணி வச்சிருக்கீங்க. க்ளீன் பண்ணி வச்சிருக்கோம். இது நாங்க ரைஸ்க்கு கொடுத்துருவோம். ஓ ஓ கிளி மீன். கிளி மீன் இல்ல, இதுக்கு பேரு மொரல். இது நீங்க இந்த சைடு இல்ல கொஞ்சம் வந்து ஃப்ரெஷ்ஷான மீன் தான் டெய்லி வர்றது. இதுக்கு பேரு தோளை. இதுக்கு പേര് എങ്ങനെയുണ്ട് ധനുഷ്കോടി? സൂപ്പറാണ് ആന്റണി. അമ്മമ്മക്ക് ഇഷ്ടപ്പെട്ട? ആന്റണിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം? സൂപ്പർ സ്ഥലമാണോ വാവേ? ആന്റണിന്റെ തല ഇടിച്ചായിരുന്നു. സൂപ്പറാണോ വാവേ? മമ്മിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം? ഇതുണ്ടോ ഫ്രൈ ആക്കുന്നത്? നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഫിഷാണ് അവർ ഫ്രൈ ആക്കി തരുന്നത്. ഹലോ, ഇതാരിത്? ആന്റണി കുട്ടനെ റെക്കോർഡ് ചെയ്യുവാണോ? ജോജി കുട്ടൻ. ഞങ്ങളിവിടെ ധനുഷ്കോടി നിൽക്കുവാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ട്. നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ആരാണല്ല വീഡിയോ എടുത്തോണ്ടിരിക്കുക. നമ്മ ഫിഷ് വന്നേ, ചൂട് ഫിഷ്. അമ്മമ്മക്ക ഫിഷ്, ആന്റണിയുടെ ഫിഷാണ്. നല്ല അഡ്ജസ്റ്റ് ചെയ്താ കഴിക്കുന്നത് കേട്ടോ. മീന്, റൈസ്, രസമാണ്. നല്ല കൊള്ളാം. ചെറിയ കടയാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രഷ് ഫിഷുമാണ്. രണ്ട് നമ്മള് ഫിഷു. എങ്ങനെയുണ്ട് മമ്മ ഫുഡ്? നല്ലായിട്ടില്ലേ? നല്ല ഫ്രഷ് അല്ലേ? ചൂടല്ലേ? എങ്ങനെയുണ്ട് ഡെൻസി? നല്ല ഫുഡല്ലേ? ഫിഷൊക്കെ നല്ല എല്ലാം ഫ്രഷ് ആട്ടോ. നല്ല നല്ല ഫുഡാണ്. നല്ല റൈസ്, നല്ല രസം. ഫിഷൊക്കെ ഫ്രഷ് ആയിരുന്നു. കൊള്ളാം. ചെറിയ കടയാണെന്ന് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് നിർത്തി നമുക്ക് ഇഷ്ടമുള്ള അല്ലേ ടേസ്റ്റ് ഉണ്ട്. അതെ അതെ. ഇതാണ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ വരുന്നത്. വണ്ടികൾ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ പാർക്ക് ചെയ്യുന്നത്. എനിക്ക് അറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. കണ്ടോ? അതെ, ജോജിക്കുട്ടൻ ടവറിന്റെ അടുത്തൊക്കെ വന്നെന്നുള്ളത് അല്ലേ മമ്മി? കണ്ടോ? ധനുഷ്കോടി കടല്. കണ്ടോ? ഷിപ്പ് വന്ന് കേറി കിടക്കുന്നുണ്ടോ? വെള്ളത്തിൽ നിന്നും കരയെ കേറി കിടക്കുന്നു. കണ്ടോ? ഇല്ല, മണ്ണി കേറി കിടക്കുന്നുണ്ടോ? ഓ മൈ ഗോഡ്. ആണോ? ഷിപ്പ് കാണണോ?
രണ്ട് കടലും കൂടെ ചേരുന്ന സ്ഥലം. രണ്ട് സൈഡും കടല്, നടുക്ക് മാത്രം റോഡ് ചെന്ന് എൻഡ് ചെയ്യുന്നത് ഒരു റൗണ്ടാണെന്ന് പറഞ്ഞു കേട്ടു. കണ്ടോ, ഇങ്ങോട്ട് വരുന്തോറും ഭയങ്കര ടൂറിസ്റ്റിന്റെ ബഹളമാണ്. എന്താന്ന് വെച്ചാൽ ഇവിടെ രണ്ട് സൈഡും ഭയങ്കര തിരക്കാ. ഇപ്പൊ ലീവും കൂടെ ആവുമ്പോഴേ കണ്ട, ഇതാണ് നമ്മുടെ അല്ല ശംഖുമുഖം ബീച്ചിന്റെ ലാസ്റ്റ് പോലെ തീർന്നു. കണ്ട, ഇന്ത്യയുടെ ചിഹ്നം കണ്ട, ഇന്ത്യയുടെ ചിഹ്നം ലാസ്റ്റ് വന്ന്. ഡെഡ് എൻഡ് ഓഫ് ധനുഷ്കോടി. ബാരിക്കേഡ് വെച്ച് നമ്മള് ഇവിടുത്തെ അവശേഷിക്കുന്ന ലാസ്റ്റത്തെ പള്ളിയാണ് ഈ കാണുന്നത്. मूवी ड्रेस पहन के आप पहले कितना लोग 1956 ഇവിടെ ഒരു ഗ്രാമം തന്നെ കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ അടിയിൽ. എന്നുവെച്ചാൽ 1956 സൈക്ലോൺ വന്നായിരുന്നു. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന 3000 ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു രാത്രി കൊണ്ട് ഈ എന്താ പറയുക, ഈ നഗരം തന്നെ ഇല്ലാതായി. അങ്ങനെ ധനുഷ്കോടിയുടെ ചരിത്രം ഇതാണ്. അപ്പം എനിക്കറിയാവുന്ന കാര്യം ഇതാണ്. ഇപ്പം ഇവിടെ ചെറിയ ചെറിയ കടകളുണ്ട്. ഇപ്പം ഈ പള്ളിയുടെ ഒരു ചെറിയ അവശിഷ്ടമുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്നാലും കൊള്ളാം. വാ, മമ്മിക്കൊന്നും ഇപ്പോൾ ഇറങ്ങാൻ പറ്റാത്ത കാരണം അവർ വണ്ടിക്കകത്തിരുന്ന് തന്നെ അവർ കാണുവാണ്. റോസ് ഇറങ്ങിയിട്ടില്ല. ഇതാണ് APJ അബ്ദുൽ കലാം നാഷണൽ മെമ്മോറിയൽ മ്യൂസിയമാണിത്. അപ്പം നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ലേറ്റ് ആയെന്ന് മാത്രമല്ല, അപ്പം നമുക്ക് ധനുഷ്കോടി പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും ലേറ്റായി. വാ, ഇത് നോക്കി, പാമ്പൻ പാലം 16 കിലോമീറ്റർ ആണ് പാമ്പൻ പാലം. ഇത് കാണാം, അതിന്റെ കറക്റ്റ് വ്യൂ ഇപ്പം ഇത് കാണാം. നോക്കി, രാമേശ്വരത്തിൽ വന്ന ബോട്ടുകൾ കിടക്കുന്നത്. പാമ്പൻ പാലം റെയിൽവേ ട്രാക്കിൽ എന്ത് പണി നടക്കും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു യാത്രയാണ് ഇപ്പം നടക്കുന്നത് പാമ്പൻ പാലത്തിൻ്റെ മേളിൽ കൂടെ. അല്ലേ മമ്മ എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഇവിടെ നോക്കി പറയും, നന്നായിട്ടുണ്ടോ? മമ്മി ഭയങ്കര ടയേർഡാണ്. എങ്ങനെയുണ്ട് എല്ലാരും എങ്ങനെയുണ്ട് എന്ന് പറയൂ. നമ്മള് ധനുഷ്കോടി വന്നത് വേർത്തല്ലേ? അല്ലേ? സൂപ്പർ അല്ലേ? ഓക്കെ, ശരിക്കും വേർത്താട്ടോ നമ്മളിത് വന്നത്. നമ്മൾ വരാതെ ആക്ച്വലി മധുരയിൽ നിന്ന് സ്ട്രൈറ്റ് വേളാങ്കണ്ണിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ആലോചിച്ചത്. പക്ഷേ
എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇതൊന്ന് കാണണമെന്നുള്ളത്. ബിക്കോസ് എപ്പോഴും നമ്മൾ ഈ വഴിക്ക് നമ്മൾ വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്തായാലും ഈ വഴി എടുത്ത് നന്നായി, കാണാൻ പറ്റി നന്നായി. പിന്നെ അപ്പം നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആട്ടോ. നമ്മളെ സസ്പെൻസ് മാത്രല്ല മമ്മി, മധുര വരെ വന്നിട്ട് മമ്മി അറിഞ്ഞിട്ടില്ല എന്താണ് സംഭവിക്കാൻ പോണത്, എവിടെയാണ് പോണത്. ഇന്ന് രാവിലെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്ന് ഇങ്ങനെ പോവാന്നുള്ളത്. അപ്പം എന്തായാലും നമ്മുടെ മധുരൈ ടു ധനുഷ്കോടി രാമേശ്വരം എന്നുള്ള യാത്ര എനിക്ക് മറക്കാൻ പറ്റില്ല. ബിക്കോസ് നല്ലൊരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് പാമ്പം പാലത്തിൻ്റെ മേളിൽ നിന്നുള്ള ഈ വ്യൂ അടിപൊളിയാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരെ ഇപ്പം തിരിച്ച് മധുരയ്ക്ക് തന്നെ പോവുകയാണ്. ബിക്കോസ് മധുര ചെന്ന് കഴിഞ്ഞിട്ട് നാളെ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ നാളെയുള്ള കാര്യങ്ങൾ മധുരൈ ടെമ്പിൾ ഒന്ന് കാണണമെന്നുണ്ട്. നോക്കട്ടെ, നമുക്ക് ബോഡി ടയർഡൊന്നും ഇല്ലെങ്കിൽ കാണും, ഇല്ലെങ്കിൽ നമ്മൾ നേരെ ട്രിച്ചിയിലേക്ക് പോകും. എന്നിട്ട് തഞ്ചാവൂർ ചിലപ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടായിരിക്കും നമ്മൾ വേളാങ്കണ്ണിക്ക് പോകുന്നത്. ഇങ്ങനെ നോക്കട്ടെ ടൈം അനുസരിച്ച്. ഓക്കെ.